ദേശത്തിൽ 6 ലെയിൻ റോഡിൽ ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെട്ടതായ 6 വഴിപ്പാത. ദൈവത്തിന് സ്തോത്രം. 95 കിലോമീറ്റർ ഉണ്ട്. 95 കിലോമീറ്റർ 12 സംവത്സരങ്ങൾ അതിന്റെ പണി നിർമ്മാണം നടത്തപ്പെട്ടു. 13 കോടി ബില്യൺ അമേരിക്കൻ ഡോളേഴ്സിൽ അത് ഉണ്ടാക്കപ്പെട്ടു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അത് 12 സംവത്സരങ്ങളായി മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കപ്പെട്ടു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് 2025 മെയ് മാസം 18-ാം തീയതി ആരെങ്കിലും ആ റോട്ടിൽ പോകണമെങ്കിൽ, ആ എക്സ്പ്രസ് ഹൈവേയിൽ പോകണമെങ്കിൽ അവിടെ 2 ടോൾ നാക്കാവുണ്ട്. ടോൾ കൊടുക്കണം. എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ചെറിയ വാഹനങ്ങൾക്ക് 200 രൂപ, വലിയ വാഹനങ്ങൾക്ക് 300 രൂപ, അതിനും വലിയ വാഹനങ്ങൾക്ക് 500 രൂപ. ഇന്ന് 2025 വർഷത്തിന്റെ മെയ് മാസത്തിന്റെ 18-ാം തീയതി ഞാൻ ആ റോട്ടിൽ പോകുമെന്ന് യശ്വന്ത് റാവു ചവാനക്ക് അറിയാമോ? അറിഞ്ഞില്ല, അവൻ കണ്ടില്ല, ആ മന്ത്രിമാർ കണ്ടില്ല. അവർക്കൊരു വെളിപ്പാട് ഉണ്ടായിരുന്നു. മാർഗത്തെ ഉണ്ടാക്കാം, ഇതിൽ കടന്നു വരുന്നവർ അതിന്റെ വില കൊടുത്ത് ഇതിൽ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. 2025 സംവത്സരം മുമ്പ് പിതാവാം ദൈവത്താൽ ലോകത്തിൽ ഐക്യപ്പെട്ട് ദൈവപുത്രനാം ക്രിസ്തു നമുക്കൊരു നാഷണൽ ഹൈവേ ഉണ്ടാക്കി വെച്ച്. പ്രിയമുള്ളവർ, ദൈവത്തിന് സ്തോത്രം. നാം ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരും, ഈ സത്യപാതയിൽ കടന്നു വരുമെന്ന് ചിലർക്ക് രക്ഷിക്കപ്പെട്ട വർഷങ്ങൾ അവരുടെ ഓർമ്മയിലിരിക്കും. 1948, 1963 അവർ ആ വഴിയിൽ, ആ ഹൈവേയിൽ നടന്നു വന്ന ആ ദിവസങ്ങൾ അവർ ഓർത്തു വച്ചിരിക്കും. എന്നാൽ നാം എല്ലാം ഈ ജീവപാതയിൽ വരുമെന്ന് അന്നേ ക്രിസ്തു നമുക്കായി എന്ത് ചെയ്തിരുന്നു? ഒരു മാർഗം തുറന്നിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ മുമ്പും പിമ്പുമായി ഇരിക്കുന്ന, വലത്തോട്ടും ഇടത്തോട്ടും ഇരിക്കുന്ന ഏവരും ക്രിസ്തു നമുക്കായി ഉണ്ടാക്കിയതായ ആ ഹൈവേയിൽ നാം കടന്നു വന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര വലിയ ദൈവ സ്നേഹം! എത്രയോ ആണ്ടുകൾ മുമ്പായി ഈ വഴി, ഈ പാത, ഈ മാർഗം ദൈവം പണിതു വയ്ത്തു. ഇതിൽ കിട്ടുന്നതായ സമയങ്ങളിൽ സത്യ ദൈവത്തെ അറിയുന്ന ജനം ഓരോരുത്തരും ഈ പാതയിൽ അവർ കടന്നു വരുന്നു. വരുന്നവർ അതിற்கு വില കൊടുക്കണം. വരുന്നവർ അതിന് എന്ത് ചെയ്യണം? വില കൊടുക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അന്ന് ടോൾ പ്ലാസ അല്ലയോ വഴി കറ ഉണ്ട്, അത് അടയ്ക്കണം. അത് ആ ബാരിക്കേഡ് എന്ത് ചെയ്യും? നെല്ല് ചുമ്മാ ഒന്നും വെറുതെ ഈ വഴിയിലൊന്നും പോകാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, ആ 3-ാം അധ്യായം മുഴുവൻ കൊടുക്കേണ്ട വിലയെ കുറിച്ച് ക്രിസ്തു തന്നെ അവിടെ പറയുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. പുതിയതായി ആരെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ വന്നിരുന്നാൽ, ഞങ്ങൾ ഇടയ്ക്ക് 68, 33, 44, 54 എന്ന് പറയും. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഇത് വേദപുസ്തകത്തിലുള്ള തെളിവുകൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പുതിയതായി വന്നവർ താഴെയും മേലെയും നോക്കും. ഇതെന്തോ 68, 44, 104, 33 എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നതായ വിശുദ്ധ വേദപുസ്തകത്തിൻ ആധാരങ്ങൾ, അതിന്റെ തെളിവുകൾ ഏതേത് സ്ഥലത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മുമ്പായി അതിന്റെ തെളിവ് ഉറപ്പാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളെ തെളിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടത്തിൽ പങ്കേറ്റിരിക്കുന്ന നാം ഏവരും ഒരു 99% എല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. ഈ വാക്യം എന്താ വെച്ചാ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നുവല്ലോ. സത്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനം മരിക്കുന്ന വരെ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കും ഈ രക്ഷിപ്പ്, ഈ ജലസ്നാനം ഇതെല്ലാം ആരോ ഏതോ സമയത്തിൽ പ്രാപിച്ച് പിന്നെ അങ്ങനെ ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിയാൽ മതിയെന്ന് അല്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിന്റെ 31-ാം വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ദിവസേന ഒരു വിശുദ്ധനായാലും ഒരു പാപിയായാലും ഒരു ദൈവജനമായാലും
ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഈ അനുഭവം മരിക്കുന്ന വരെ എനിക്കും നിങ്ങൾക്കും വേണം. അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ദിവസേനം എന്തിനു മരിക്കണം. ശ്രേഷ്ഠമായ ഒരു അപ്പോസ്തലനായ പൗൽ പുതിയ നിയമത്തിന്റെ 27 പുസ്തകങ്ങൾ 14 ലേഖനങ്ങൾ എഴുതിയ ഒരു അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ദിവസേന മരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവിതത്തെ ചിന്തിക്കുക. പല സഭകളിലും പല ദൈവജനത്തിൻ മധ്യയിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പലരുടെ ജീവിതത്തിലും പല തോൽവികളുണ്ട്, ഇല്ലയോ? നാം രക്ഷിക്കപ്പെട്ടവർ മാനസാന്തരത്തോടുകൂടെ ത്രിയേക ദൈവത്തിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റു എല്ലാം ചെയ്താലും നമ്മെക്കുറിച്ച് പലർക്കും പല പരാതികളുണ്ട്, ഇല്ലയോ? എന്തോ അച്ഛൻ ഇവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു, ഇവർ കാണിക്കുന്നത് നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവർ ഒരു നല്ല ദൈവദാസൻ എന്ന് പറയുന്ന അച്ഛന്റെ സ്വഭാവം അത്ര പോരാ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? ദൈവനാമം മഹത്വപ്പെടട്ടെ. പുതിയ നിയമത്തിലുള്ളതായ റോമലേഖനത്തിൽ ഇരുന്ന് എബ്രായ ലേഖനം വരെയുള്ളതായ സഭകളിൽ നാം കാണുമ്പോൾ ആ സഭകളുടെ കുറവുമുണ്ട്, ആ സഭകളുടെ നിറവും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഓരോ സഭയും ആ സഭയിൽ വരുന്നതായ ഇപ്പോൾ അഞ്ചേലങ്കാവ്, കീഴ്കൊളൂർ, ഉദിമോട്, ഗോന്നി, അതുപോലെ റോമ സഭയുണ്ടായിരുന്നു, തെസലോനിക്ക സഭയുണ്ടായിരുന്നു, കൊരിന്തി സഭ ഉണ്ടായിരുന്നു. അതതിന്റെ ദേശത്തിന്റെ അതതിന്റെ സ്ഥാനത്തിൻ പേരാണ് നാമങ്ങൾ വിളിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഓരോരു സഭയ്ക്കും നിറവും ഉണ്ടായിരുന്നു. ആ സഭയിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, ആ സഭയിൽ എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. എന്നാലും ആ സഭയിൽ നിറവും വരുന്നു. ഏതുണ്ടായിരുന്നു? കുറവും ഉണ്ടായിരുന്നു. പല കുറവുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. റോമ സഭയെ കുറിച്ച് വായിക്കുമ്പോൾ സുവിശേഷത്തിനായി അവർ തങ്ങളുടെ കഴുത്ത്, എന്തോ നല്ല സാക്ഷിയല്ലയോ? റോമ സഭ അവർ സുവിശേഷത്തിനായിട്ട് തങ്ങളുടെ കഴുത്ത് കൊടുത്ത് നല്ല കാര്യമാണ്. പക്ഷെ അപ്പോസ്തലനായ ഈ പൗലോസ് അപ്പോസ്തലൻ ഈ സഭയ്ക്ക് കടന്നു പോകുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, ജനത്തിന്റെ പ്രത്യാശയ്ക്കുரிய വാക്കുകളെല്ലാം പറയുമ്പോൾ ഇടയ്ക്ക് പറയും അത്ര പോരാ, നിങ്ങൾ കാണിക്കുന്ന കുഴപ്പം ആകെ കുഴപ്പമല്ലയോ? ദൈവത്തിന് സ്തോത്രം. ഭവനങ്ങളിൽ ചെന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കുക. ഓരോരോ സഭയിലും നിറവും ഉണ്ടായിരുന്നു. അതേ സഭകളിൽ പൗലോസ് അപ്പോസ്തലന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു തന്നതായ കുറവുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരോ സഭകളിലും അപ്പോസ്തലനുക്ക് കാണിച്ചു തന്നു. ദൈവനാമം മഹത്വപ്പെടുത്തി. അങ്ങനെ ഉണ്ടായിരിക്കുമെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഏതോ രക്ഷിക്കപ്പെടാതെ ദേശനിവാസികൾക്കുള്ള കാര്യമൊന്നുമല്ല. അത് അവർക്ക് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സത്യത്തിൽ നടക്കുന്നതായ എനിക്കും നിങ്ങൾക്കും കൂടെ നാൾതോറും നാം ചിന്തിക്കണം, എനിക്കുൾ ഒരു വീണ്ടും ജനനം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഞാൻ ദിവസേനം എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷ യോഗം കഴിഞ്ഞ് വചനം കഴിക്കാൻ സ്നേഹത്തോട് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ തല്ലുമുള്ളു വന്നിരും, അറിഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവർ പറയും എന്തോ ഇവർ രക്ഷിക്കപ്പെട്ടവരാണോ, എന്തുവാ ഇങ്ങനെ ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. ദൈവനാമം. ഇവരെന്തോ സ്നാനപ്പെട്ടവരാണ്, എന്തോ വാക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാകൃത മനുഷ്യൻ, ജഡത്തിൽ വസിക്കുന്നതായ മനുഷ്യ സ്വഭാവം, അവൻ എത്ര മാനസാന്തരപ്പെട്ടിരുന്നാലും, അവന്റെ ജീവിതത്തിൽ എത്ര പാപബോധം ഉണ്ടായിരുന്നാലും, ദൈവനാമം മഹത്വപ്പെടട്ടെ, സ്നാനമേറ്റിരുന്നാലും, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലൻ പറയുന്നുവല്ലോ, ഞാൻ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കാതെ ദൈവത്തിന്റെ സ്തോത്രം അറിയാതെ വന്നു പോകും. എന്നെയും കുറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, പലരും പറയുന്നുണ്ട് അച്ഛൻ ഒന്നും പോരാ, ക്യാരക്ടർ ഒന്നും ശരിയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറയും, ഞാൻ പാവബോധത്തോട് ഞാൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു, അങ്ങനെയുള്ള ആളാണോ ഇങ്ങനെ പറയുന്നത്? ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നു, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസെ സത്യത്തിൽ വഴി നടത്തിയ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലൻ ബർന്നബാസ് എന്ന് നാം വായിക്കും, അല്ലയോ? ബർന്നബാസ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. സുവിശേഷം ചെയ്ത് സ്നേഹത്തോട് നടന്ന് എല്ലാം ചെയ്ത് സമയം വന്നപ്പോൾ രണ്ടുപേരെ ഇടിക്കാൻ തുടങ്ങി. ദൈവത്തിന് നിനക്കറിയാമോ,
ദൈവനാമം മഹത്വപ്പെട്ടിട്ട് പൗലോസ് പറയും, ഞാൻ വലിയ ആളാ, 14 ലേഖനം എഴുതിയിട്ടുണ്ട്. അതെല്ലാം പിന്നെ നിന്നെ ചീഫ് പാസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയത് ഞാനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ബർന്നബാസുക്കും പൗലോസുക്കും ഉഗ്രവാദമുണ്ടായി. ഞാൻ പലപ്പോഴും അത് വായിച്ച് ചിന്തിക്കും. ദൈവത്തിന് ഉഗ്രവാദമുണ്ടായി. എന്തോ അയ്യാ, നല്ല പാപബോധത്തോട്, നല്ല കുറ്റമനസാക്ഷിയോട്, മാനസാന്തരത്തോട് സ്നാനപ്പെട്ട ആൾക്കും രണ്ടുപേരുമേ സ്നാനപ്പെട്ട് സുവിശേഷം പറയുന്നവർ ഉഗ്രവാദം എവിടെ നിന്ന് വന്നു? ഉഗ്രവാദം? ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരും അപ്പൊ എത്ര പേര് ചുറ്റിയിരുന്ന് കണ്ടെന്നോ ഒന്നും അറിയത്തില്ല നമുക്ക്. ദൈവത്തിന് സ്തോത്രം. അവർ എന്ത് ഭാഷയിൽ സംസാരിച്ചെന്നോ അറിയത്തില്ല. ദൈവത്തിന് ഉഗ്രവാദം കൂടി ആർഗ്യുമെന്റ് കൂടി വന്നപ്പോൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോയി എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്നാനപ്പെട്ടവർ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തി പ്രാപിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ സ്തുതിച്ചാൽ തടവ്, ആമേൻ, കാലാഗ്രഹത്തിന്റെ അസ്ഥിഭാരങ്ങളെല്ലാം കുലുങ്ങും. എന്തുവാ ഉഗ്രവാദം എവിടെ നിന്ന് വന്നു? ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ജനനം എന്ന ഒരു കാര്യത്തെ കുറിച്ച് നാം വായിക്കാം. സഭകളെ കുറിച്ചെല്ലാം അല്പം ചിന്തിച്ചു. എന്നാൽ സമയമില്ല. വീടുകളിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവർ റോമസഭക്കാർ കഴുത്തു കൊടുത്തവർ. ഞാൻ നിറവായ കാര്യം മാത്രം പറയട്ടെ, കുറവായ കാര്യം നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചു കൊള്ളുക. റോമസഭക്കാർ അവർ കഴുത്തു കൊടുത്തവർ. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത് സഭക്കാർ എല്ലാ സഭകൾക്കും സഹായത്തിൽ മുൻനിൽക്കുന്നവർ. തങ്ങളുടെ ദരിദ്രത്തെ പോലും ചിന്തിക്കാതെ മറ്റവർക്കായി എന്ത് ചെയ്യുന്നവർ? ദൈവത്തിന് സ്തോത്രം, സഹായിക്കുന്നവർ. സമയം വന്നപ്പോൾ പൗലോസ് ചെറുതായിട്ട് പറഞ്ഞു, എന്താ വടിയെടുത്ത് കൊണ്ടുവരണമോ? ദൈവത്തിന് സ്തോത്രം. അല്ലയോ? ദൈവസഭയോട് എന്താ വടിയെടുത്ത് കൊണ്ടുവരണമോ? എന്താ കുഴപ്പം കാണിച്ചത്? എന്തുവാ? എല്ലാം നല്ല ആളുകളല്ലോ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ഉണ്ട്, ഇൻസ്പെക്ടറും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കൊരിന്ത്യർ സഭയെ വടി കൊണ്ട് വരണമോ? എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? സ്നാനപ്പെട്ട് എല്ലാ മാനസാന്തരമുണ്ട്. ജഡിക സ്വഭാവങ്ങൾ അതതിന്റെ സമയത്തിൽ വരുമ്പോൾ സഭയിൽ മത്സരിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന മാനസാന്തരപ്പെടുക. ഒരു പാപിയും നാൾതോറും മാനസാന്തരപ്പെട്ട് തന്റെ ജീവിതത്തെ ശ്രദ്ധിക്കാനും, ഒരു വിശുദ്ധനും കൂടെ മരണത്തിൽ സമയം വരേക്കും തന്റെ ജീവിതത്തിൽ കുറ്റബോധത്തിൽ, പാപബോധത്തിൽ, ദൈവത്തിന്റെ സ്തോത്രം 19-ാം സംഖ്യത്തിന് 12-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് പോലെ 19-ന്റെ 12-ാം വാക്യത്തിൽ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ദൈവത്തിന്റെ സ്തോത്രം. ഈ മീറ്റിംഗിൽ വന്ന് നിങ്ങൾ കടന്നു വന്നതുപോലെ ദൈവകൃപയാൽ ദൈവം എന്നെ കൊണ്ടുവന്നു. ആമേൻ. മേഘം കുളിർന്നിരുന്നു. മേഘമെല്ലാം വർഷിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒരു ബോധം, ശരിയായി ഞാൻ പ്രാർത്ഥിച്ചില്ല. സത്യം പറയട്ടെ, വചനങ്ങൾ പറയുന്ന സത്യം താൻ. ഈ വേലക്കായി, ഇന്നുള്ള ഈ സുവിശേഷത്തിനായി യാഥാർത്ഥികമായ ഒരു ഭാരത്തോട് ഞാൻ പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ളതായ പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് നീ ഒരു കാരണമാണ്. അപ്പൊ വലിയ ഭാരം ഹൃദയത്തിൽ തോന്നി. ദൈവത്തിന് സ്തോത്രം. ഞാനും പരിഹാസികളുടെ കൂട്ടത്തിൽ പലപ്പോഴായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലരെയും പരിഹസിച്ചിട്ടുണ്ട്, പലരുടെ കുറ്റങ്ങളെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു രാജാവ് പറയുന്നത് തന്റെ തെറ്റുകൾ ആർ ഗ്രഹിക്കും? ദൈവത്തിന് സ്തോത്രം. എത്ര ശ്രേഷ്ഠമായ ഒരു വിശുദ്ധനായാലും കൂടെ അവൻ തന്റെ തെറ്റുകൾ എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഗലാത്യ സഭയെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആത്മാവിൽ ആരംഭിച്ചിട്ട് ദൈവത്തിന്റെ സ്തോത്രം. സഭകൾ നല്ല പൂർണ്ണത്തിലേക്ക്, ക്രിസ്തുവിന്റെ തികവിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറവുപെട്ടത് മാനസാന്തരം ഒന്ന് മാത്രമാണ്. അവർ കർത്താവിന്റെ വരവിനായി ഒരുങ്ങിക്കൊണ്ട് മുമ്പിൽ പോയിക്കൊണ്ടേയിരുന്നു. ഗലാത്യ സഭയ്ക്ക് പറയുന്ന ആത്മാവിൽ ആരംഭിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറഞ്ഞുകൊണ്ടാൽ ചുരുക്കമായി വായിച്ചതാം എബ്രായ സഭയ്ക്ക് വരുമ്പോൾ എബ്രായ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എന്ത് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. അവർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായി വിളിക്കപ്പെട്ടവരെ, അല്ലയോ? സ്വർഗീയ വിളിക്ക് അവർ നല്ല തികഞ്ഞ ആത്മീയ ജ്ഞാനമുള്ളവരും ആത്മീയ സ്വഭാവമുള്ളവർ എബ്രായ സഭ. എന്നാൽ സമയം വന്നപ്പോൾ ചുരുക്കമായി, നിങ്ങൾ ശിശുക്കൾ പോലെയല്ലയോ ഒരുക്കുന്നത്? കട്ടിയായ ആകാരം ഒന്നും ഇവിടെ ഒന്നും പിടിക്കുന്നില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം.
കട്ടിയായ ആഹാരങ്ങൾ നിങ്ങൾ അത് ഭക്ഷിക്കുന്നവരായി നിങ്ങളെ കാണുവാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ എങ്ങനെ കാണുന്നു? ദൈവത്തിന് സ്തോത്രം. കാരണം സ്വഭാവങ്ങളുടെ കുറവ്. ഈ ശിശുക്കളെല്ലാം അടിയും പിടിയും വാക്കുകളും അസൂയയും ഇങ്ങനെ ഇരിക്കുന്നത് പോലെ സഭകളുടെ മതിയിലും അതതിന്റെ സമയത്തിൽ എത് വരുന്നു? ഈ അസൂയ, ഈ വഴക്കുകൾ, അടിയും പിടിയും ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ പൗലോസ് വന്ന് നോക്കി. ദൈവത്തിന് സ്തോത്രം. താനും വഴക്കുണ്ടാക്കിയ ഒരാളാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം, പൗലോസും ബർന്നബാസും വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയിരുന്നാലും നിങ്ങൾ ഭവനത്തിൽ ചെന്ന് വായിക്കുക. കൊലോസിയ സഭയ്ക്ക് അവസാന അധ്യായത്തിൽ ലേഖനത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ മർക്കോസും ബർന്നബാസും കുഴപ്പം കാണിച്ചാലും ഒന്ന് അവർക്ക് വന്ദനം പറഞ്ഞാട്ടെ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ആ ഹൃദയം നോക്കുക. കൊലോസിയ ലേഖനത്തിൽ അവസാന അധ്യായത്തിൽ ബർന്നബാസ് എന്നെ വിട്ടു പോയി. ബർന്നബാസ് വഴക്കുണ്ടാക്കിയ ആള്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ലാംഗ്വേജല്ല പറയുന്നില്ല, പുള്ളി ചൂടന. എന്തുവാ? പുള്ളി ചൂടന. ബർന്നബാസ് ചൂടന. എന്നാലും പൗലോസ് സമയം വന്നപ്പോൾ പറയുന്നു, വന്ദനം പറഞ്ഞില്ല, അവൻ എന്നെ വിട്ട് പിരിഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. വന്ദനം പറഞ്ഞുകൊള്ളുക. ഫിലമോന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുന്നത് ഒനേസിമുസ് എന്ന് പറയുന്നതായ ഒരു ചെറിയ ക്രിസ്തുവിൽ ദൈവം തന്നതായ ഒരു അപ്പോസ്തലനെ തന്നപ്പോൾ അവൻ മുമ്പേ എനിക്കും നിനക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു. അവനക്ക് അത്ര ആത്മീയ ജീവിതം പോരാ. ഏത് മീറ്റിംഗിൽ വന്നാലും അവൻ ഉറങ്ങും, ഏത് സത്യം കേട്ടാലും അവൻ ഉറങ്ങും. ദൈവത്തിന് സ്തോത്രം. മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവൻ എന്ത് ചെയ്തുവോ? ചേർത്തുകൊള്ളു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നാം മനുഷ്യരായതുകൊണ്ട്, സത്യം അറിഞ്ഞവരായിരുന്നാലും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ കുറവുകളുണ്ട്, എത്രയോ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം ഈ സത്യ ഉപദേശത്തിൽ നിലനിർത്തി നമ്മെ നടത്തിക്കൊണ്ട് വരുന്നു. ആ സത്യ ദൈവത്തിന് മുമ്പായി നമ്മുടെ പോരായ്മകളെ നാം സമ്മതിച്ചാൽ മാത്രം മതി. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മെ ഒന്നുകൂടെ താഴ്ത്തി ഈ സന്ധ്യാസമയത്തിൽ ഈ കൂട്ടം മുഖാന്തരം ഹൃദയത്തിൽ ഒരു വലിയ ഒരു പ്രകാശത്തോട് മടങ്ങി ചെല്ലുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. സത്യദൈവത്തെ നാം അറിയുന്നത് പോലെ ക്രിസ്തു സത്യദൈവം. ഈ സത്യദൈവത്തെ അറിയുമ്പോൾ ആ സത്യദൈവം നമുക്കായി ഒരുക്കുന്നതായ ആ 14-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകവാസ സ്ഥലങ്ങളുണ്ട്. ഇത് സത്യം. അവിടെ നിന്ന് കടന്നു വന്നത് കൊണ്ട് ഇപ്പൊ പല ഓസ്ട്രേലിയാവിൽ കടന്നു വരുന്നു. പപ്പ ഓസ്ട്രേലിയാവിൽ നിന്ന് കടന്നു വന്നു, ഈ ബിസ്ക്കറ്റ് പപ്പ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോലഞ്ചേരിയിലുള്ള ബിസ്ക്കറ്റ് മുറുക്ക് താൻ കഴിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഓസ്ട്രേലിയാവിലിരുന്ന് കൊണ്ടുവന്നിരിക്കുക. അപ്പോ അവർക്ക് ഒരു വിശ്വാസം, ഓസ്ട്രേലിയയിലൊന്ന് വന്നിരിക്കും. നൈജീരിയാവിൽ നിന്ന് വന്നിരിക്കുന്നു, പപ്പ ഈ വെള്ളം ഒന്ന് കുടിച്ചാകട്ടെ. ദൈവത്തിന് അവിടെ നിന്ന് വന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ചന്ദ്രനുക്ക് പോയി കടന്നു വന്നവർ ആരെങ്കിലും ഉണ്ടോ? ചന്ദ്രനുക്ക് പോയി കടന്നു പോകുന്ന നാം ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ നമുക്ക് പഠിച്ചു കൊടുത്തിട്ടുണ്ട് 2 പേര്, അല്ലയോ? ദൈവത്തിന് സ്തോത്രം. പറയാം ആര്? ശരി, കഷ്ടം വേണ്ട. നീൽ ആംസ്ട്രോങ്ങും ഹോൾഡ്രിങ്ങും അവർ വന്ന് പറഞ്ഞു, ചന്ദ്രൻ ഇങ്ങനെ ഉള്ളതാണ്. കണ്ടവർ പറഞ്ഞപ്പോൾ നാം അത് വിശ്വസിച്ചു. സ്വർഗരാജ്യത്തെ യേശു കണ്ടിരുന്നു. അതുകൊണ്ട് യേശപ്പച്ചൻ പറയുവാൻ, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സ്വർഗരാജ്യത്തെ കണ്ടിട്ടില്ല. നീൽ ആംസ്ട്രോങ് പറയുന്നു, ചന്ദ്രനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കാൽ പതിപ്പിച്ചിട്ടുണ്ട്. കണ്ടവൻ സാക്ഷി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു പിതാവോടൊപ്പമായിരുന്നു, ഭൂമിയിൽ കടന്നു വന്നു. എവിഡൻസ് പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. കാണാത്തവർ പറഞ്ഞാൽ നാം വിശ്വസിക്കത്തില്ല. യേശു കണ്ടത് കൊണ്ട് പറയുന്നു, അതിൽ ഒരു സ്ഥലം നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നു. ആരെങ്കിലും കാണാത്തവർ പറഞ്ഞാൽ നാം ഒന്നും എന്ത് ചെയ്യില്ല. ഇപ്പോഴെല്ലാം മീഡിയ വളർന്നിരിക്കുന്ന നാളുകളിൽ ആരും ഒരു ഫോട്ടോവും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, ഇല്ലയോ? ഞാൻ മൗണ്ട് എവറസ്റ്റിൽ നിൽക്കുന്നത് പോലെ ഒരു ഫോട്ടോ ഉണ്ടാക്കാമോ? ഇല്ലയോ?
നിങ്ങൾ ചിന്തിക്കും, അച്ഛനക്ക് സെൻട്രൽ പാസ്റ്റ് എപ്പോ അനുവാദം കൊടുത്ത് ഹിമാചൽ പ്രദേശിലേക്ക് പോകാനായിട്ട് മൗണ്ട് എവറസ്റ്റിൽ എപ്പോ കയറി? ഞാൻ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ തന്നു. ദൈവത്തിന് സ്തോത്രം. ആരും ഇപ്പോൾ ഫോട്ടോകളെല്ലാം വിശ്വസിക്കുന്നില്ല. മീഡിയാക്കളും പലവിധമായ വിജ്ഞാന രീതികൾ വളർന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, വഞ്ചകത്തിന്റെ പ്രവൃത്തികൾ കൂടി വരുന്നു. ശരീരം വേറെ, മുഖം വേറാള്. ദൈവത്തിന് സ്തോത്രം. ഇവർ തന്നെ എന്ന് പറയും. അല്ല, ആരും ഇപ്പോൾ വിശ്വസിക്കത്തില്ല. മുഖം വേറെ ഒരുത്തണ്ട്, ശരീരം വേറെ ഒരുത്തണ്ട്, ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു പറയുന്നു, പിതാവിന്റെ രാജ്യത്തെ ഞാൻ കണ്ട് ഇറങ്ങി വന്നതാണ്. ക്രിസ്തു പറയുമ്പോൾ നാം വിശ്വസിച്ചാലേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ അവൻ അവിടെ വസിച്ചവൻ. അവിടെ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നു, നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ